കേരളത്തിൽ 4 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയാണ് പ്രവചിച്ചിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് മഴ പെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 16, 17, 18 തീയതികളിൽ മഴ ശക്തമാകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. ഇപ്പോഴുള്ള ന്യൂനമർദ്ദം കൂടാതെ മറ്റൊരെണ്ണം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ കേരള തീരത്തേക്ക് എത്തുന്നതോടെ 16, 17, 18 തീയതികളിൽ ശക്തമായ മഴ ലഭിക്കും. അതേസമയം ഇപ്പോഴത്തെ ന്യൂനമർദ്ദത്തിന്റെ വേഗത കുറവായതിനാൽ അടുത്ത ദിവസങ്ങളിൽ മഴ ദുർബലമാകുമെന്ന് IMD അറിയിച്ചു. വടക്കുകിഴക്കൻ കാലവർഷത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ആന്ധ്രയുടെ തെക്കുഭാഗം, തമിഴ്നാട്, കേരള, തെക്കൻ കർണാടക എന്നിവിടങ്ങളിലാണ് കൂടുതലായി മൺസൂൺ ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. കേരളത്തിലെ തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമാണ് മഴ ശക്തമായി ലഭിക്കുക. പുതിയതായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ വേഗതയ്ക്കനുസരിച്ചായിരിക്കും മഴ ലഭിക്കുക. 17-ാം തീയതിയോടെ തുടങ്ങുന്ന മഴ 18, 19 ആകുമ്പോഴേക്കും ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. അതേസമയം മഴ ദുർബലമായ സാഹചര്യത്തിൽ കേരള തീരത്ത് മീൻ പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്കൊഴിവാക്കി. ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരളം, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ മഴ തുടരുകയാണ്. ഉടുമ്പൻചോല താലൂക്കിൽ വ്യാഴാഴ്ച രാത്രി തുടങ്ങിയ കനത്ത മഴ തുടരുകയാണ്. പട്ടം കോളനി മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ, രാമക്കൽമേട്, ബംഗ്ലാദേശ് കോളനി എന്നിവിടങ്ങളിൽ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. കല്ലാർപ്പുഴ കര കവിഞ്ഞൊഴുകുകയാണ്. കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഏറ്റവും കൂടുതൽ മഴ പെയ്ത പട്ടം കോളനി മേഖലയിൽ ചെറു അരുവികളും പുഴകളും കവിഞ്ഞൊഴുകി റോഡുകളിലും പാലങ്ങളിലും വെള്ളം കയറി. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതിന് ജാഗ്രതാ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട്. അച്ചൻകോവിൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നദിയിൽ ഇറങ്ങരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം മൂലം തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ചെന്നൈ നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്നതിനാൽ തിരുവണ്ണാമല, ശ്രീപെരുമ്പുത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി. സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും നദി കരകവിഞ്ഞൊഴുകുകയാണ്. മഴയിൽ റോഡുകൾ തകർന്നത് മൂലം ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടു. തെങ്കാശി, അച്ചൻകോവിൽ, തിരുനെൽവേലി തുടങ്ങിയ ഇടങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങൾക്കായി ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ അപകട സാധ്യത മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡിസംബർ 16 വരെ മഴ തുടരുമെന്നാണ് റിപ്പോർട്ട്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.